വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് സീഡ് ആൻഡ് സോയിൽ എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോക്കൂ, ആക്ടിവിറ്റി 1. ഫസ്റ്റത്തെ ആക്ടിവിറ്റി നോക്കൂ. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഗ്രാൻഡും മദറും ചേർന്നപ്പോൾ എന്തായി? ഗ്രാൻഡ് മദറായി. നമ്മൾ ചേർത്ത് എഴുതി ഗ്രാൻഡ് മദറായി. ഇതുപോലെ ഈ കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സിൽ നോക്കിയിട്ട് നിങ്ങളൊരു സിംഗിൾ ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് എഴുതണം. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? സണ്ണുണ്ട്, സ്റ്റാർ ഉണ്ട്, ബാഗ് ഉണ്ട്, ഫിഷ് ഉണ്ട്, പിന്നെന്താണ്, ഹാൻഡ് ഉണ്ട്, ഫ്ലവർ ഉണ്ട്. ഇതുപോലെ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സണ്ണും ഫ്ലവറും ചേർന്നപ്പോൾ എന്തായി? സൺഫ്ലവറായി. ഇതുപോലെ നമുക്കിനി സ്റ്റാറിനെ നോക്കാം. സ്റ്റാറും ഫിഷും ചേർന്നാൽ എന്തായി? സ്റ്റാർ ഫിഷ്. അപ്പം നിങ്ങൾക്ക് എഴുതാം, ഒരു മീനിങ് ഫുൾ വേർഡായില്ലേ? സ്റ്റാർ ഫിഷ് അല്ലേ? അടുത്തതോ, അത് ബാഗും ഹാൻഡും ഉണ്ട്. അപ്പം എന്താണ്? ഹാൻഡ് ബാഗ് അല്ലേ? ഹാൻഡ് ബാഗ് മീനിങ് ഫുൾ ഒരു സിംഗിൾ വേർഡായില്ലേ? അപ്പോൾ ഇതുപോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 വേർഡ്സ് തമ്മിൽ കൂടിച്ചേർത്ത് ഒറ്റ വേർഡാക്കി മാറ്റുക. ഹാൻഡ് ബാഗ്. ആക്ടിവിറ്റി 2 നോക്കൂ. കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻസ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. റൈറ്റ് ദ ആൻസേഴ്സ് ആഫ്റ്റർ റീഡിങ് ദ ടെക്സ്റ്റ്. ടെക്സ്റ്റ് വായിച്ച ശേഷം ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർഡ്സ് ക്വസ്റ്റ്യൻ വേർഡ്സ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വേർ ഡിഡ് പാറു ലീവ്? വെയർ എന്ന് വെച്ചാൽ എന്താണ്? എവിടെയാണ് പാറു ജീവിച്ചിരുന്നത്? വേർ ഡിഡ് പാറു ലീവ്? എവിടെയാണ്? പാറു ലീവ്ഡ് ഇൻ എ റിമോട്ട് വില്ലേജ്. പാറു എവിടെയാണ് ജീവിച്ചിരുന്നത്? റിമോട്ട് വില്ലേജിലാണ്. സെക്കൻഡ് എന്തായിരിക്കും? ഡാഷ് വാസ് പാറൂസ് റിയൽ നെയിം. എന്താണ് പാറുവിൻ്റെ റിയൽ നെയിം, ശരിയായ പേര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ആരെ ചേർക്കണം? വാട്ട് അല്ലേ? എവിടെ എന്ന് ചോദിക്കണമെങ്കിൽ എന്താണ്? വെയർ. എവിടെ എന്നാണെങ്കിൽ വെയർ. വാട്ട് എന്താണ്, എന്താണ് പാറുവിൻ്റെ യഥാർത്ഥ നെയിം എന്ന് ചോദിക്കാൻ എന്ത് ചെയ്യണം? വാട്ട്. എന്താണ് അപ്പോൾ പാറുവിൻ്റെ യഥാർത്ഥ നെയിം? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതല്ലേ? എന്താണ് പാറൂസ് റിയൽ നെയിം? എന്തായിരിക്കും? ഇത് നിങ്ങൾക്ക് സെൻറ്റൻസുകൾ എങ്ങനെ എഴുതണേ? ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എടുത്ത് എഴുതാം. കണ്ടോ? പാറൂസ് റിയൽ നെയിം എന്താണ്? ഇവിടെ വാസ് തന്നിരിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ എന്താ എഴുതണ്ടേ? വാസ്. എന്താണ് പാറുവിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? പാർവതി. എന്താണ്? പാർവതി. അപ്പോൾ പാറൂസ് റിയൽ നെയിം എന്താണ്? വാസ് പാർവതി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത്? ഡാഷ് അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. പാറുവിനോട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവാൻ ആരാണ് അഡ്വൈസ് ചെയ്തത്? ആരെന്നുള്ളതിന് നമ്മൾ എന്ത് ചേർക്കണം? ഹൂ. ആര് എന്നുള്ളതിന് ഹൂ അല്ലേ? ഹൂ അഡ്വൈസ്. ആരാണ് അഡ്വൈസ് ചെയ്തത്? ആരാണ് അവളോട് പറഞ്ഞത്? അവളോട് ആരാണ് പറഞ്ഞത്? ഗ്രാൻഡ്മ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഗ്രാൻഡ്മ. ബാക്കി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ എടുത്ത് എഴുതാം. അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. ഗ്രാൻഡ്മ അഡ്വൈസ്ഡ് പാറു. ഇങ്ങനെയാണ് ഉത്തരങ്ങൾ എഴുതുക. ടു റിട്ടേൺ ഹോം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറുകൾ എഴുതാം. ക്ലിയർ ആയോ? അപ്പോൾ വെയർ എന്ന് വെച്ചാൽ എന്താണ്? എവിടെ. വാട്ട് എന്ത്. ഹൂ ആര് അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡാഷ് ഡിഡ് പാറു ലുക്ക് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം. എന്തിനാണ് പാറു ഇടയ്ക്കിടയ്ക്ക് എന്താണ് വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇരുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? എന്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്നാ എഴുതുക? വൈ. എന്താണ്? വൈ ഡിഡ് പാറു ലുക്ക് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പൊ നമുക്ക് പാറു ലുക്ക്ഡ് അല്ലേ? പാറു ലുക്ക്ഡ് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഹോം ഫോർ സെർച്ചിങ് ഹെർ ഫാദർ. അവളുടെ ഫാദറിനെ നോക്കിയിട്ടായിരുന്നു അല്ലേ? ഫാദർ അങ്ങോട്ട് വന്നു എന്ന്
തിരിഞ്ഞു നോക്കിയിട്ടാണ് അവൾ എന്ത് ചെയ്തത്, തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇരുന്നത്. അപ്പം എങ്ങനെയാണ്, പാറു ലുക്ക്ഡ് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം ഫോർ സെർച്ചിങ് ഹെർ ഫാദർ. അപ്പം ഏതൊക്കെ വേർഡ്സ് ആയിരുന്നു നമ്മളോട് പറഞ്ഞത്? ഹൂ, വൈ, വാട്ട്. അപ്പം 3 നമ്മളിവിടെ എഴുതി. ആക്ടിവിറ്റി 3 നോക്കൂ. റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. 2 എക്സാമ്പിൾസ് ആർ ഡൺ ഫോർ യു. എന്താ അത് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഒരു പാരഗ്രാഫ് താഴെ കാണിച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ ഡാഷ് ഇട്ടേക്കണോടത്ത് അതിൻ്റെ കറക്റ്റ് ഫോം എഴുതി നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ മക്കളെ, നമുക്ക് പാരഗ്രാഫ് റീഡ് ചെയ്യാം. ജിമ്മി ആൻഡ് പിങ്കി വെർ ഗുഡ് ഫ്രണ്ട്സ്. ജിമ്മിയും പിങ്കിയും എന്തായിരുന്നു? നല്ല ഗുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. വൺ ഡേ ദേ വെയർ പ്ലേയിങ് അണ്ടർ എ ബിഗ് മാംഗോ ട്രീ. അവരെന്താണ്, ഒരു മാംഗോ ട്രീയുടെ അടിയിൽ ഒരു ദിവസം കളിക്കുകയായിരുന്നു. ദ ഹേർഡ് എ സ്ക്വീക്കിംഗ് സൗണ്ട് ഫ്രം സംവെയർ. പെട്ടെന്ന് അവരൊരു സ്ക്വീക്കിംഗ് സൗണ്ട് എവിടെ നിന്നോ കേട്ടു. ജിമ്മി ലുക്ക്ഡ്. ജിമ്മി അപ്പം നോക്കി അല്ലേ. ലുക്ക് എന്നുള്ളത് എന്തായി മാറ്റി? ലുക്ക്ഡ്. അവിടെ നമ്മൾ എന്ത് ചേർത്തു? ED. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മോഡൽ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചേർത്ത്? ED ചേർത്തു. അപ്പം നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ എല്ലാം കൂടെ നിങ്ങൾ എന്ത് ചേർത്താൽ മതി? ED എന്ന് ചേർത്താൽ മതി അല്ലേ. അവൻ നോക്കി. ഹി സോ എ സ്ക്വിറൽ ഗ്രീഡ്ലി ഈറ്റിംഗ് എ റൈപ്പ് മാംഗോ. സ്ക്വിറൽ എന്ത് ചെയ്യാണ്? ഒരു റൈപ്പ് മാംഗോ, നല്ല പഴുത്ത മാംഗോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ റൈപ്പ് മാംഗോസ്, ജിമ്മി കോൾഡ് ഔട്ട് ലൗഡ്ലി. നല്ല പഴുത്ത മാങ്ങ എന്ന് പറഞ്ഞ് ജിമ്മി ഉറക്കത് പറഞ്ഞു. പിങ്കി റിക്വസ്റ്റഡ്. പിങ്കി എന്ത് ചെയ്തു? റിക്വസ്റ്റ് ചെയ്തു. റിക്വസ്റ്റ് എന്തായി മാറി? റിക്വസ്റ്റഡ് അല്ലേ. ED ചേർത്തു. ജിമ്മി ടു ഗെറ്റ് ദ റൈപ്പ് മാംഗോ. ആ മാംഗോക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തു പിങ്കി. അപ്പോൾ ജിമ്മി പിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എക്സാമ്പിൾ കണ്ടിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? പിക്കിൻ്റെ കൂടെ എന്ത് ചേർക്കണം? പിക്കഡ് അല്ലേ. PICKED. പിക്കഡ്. പിക്കഡ് എന്നാക്കണം അല്ലേ. പിക്കഡ് അപ്പ് സം ഷാർപ്പ് സ്റ്റോൺ ഫ്രം ദ ഗ്രൗണ്ട്. അവൻ താഴേന്ന് എന്ത് ചെയ്തു? ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് ഷാർപ്പായിട്ടുള്ള സ്റ്റോൺസ്, കല്ലുകൾ പെറുക്കിയെടുത്തു അല്ലേ. ദ ഗ്രൗണ്ട് ആൻഡ് സ്റ്റാർട്ട് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടാണെങ്കിൽ നമ്മൾ ED ചേർക്കുമ്പോൾ എന്താവും? സ്റ്റാർട്ടഡ്. എന്താവും മക്കളെ? സ്റ്റാർട്ടഡ് അല്ലേ. ത്രോയിങ് ദം അറ്റ് ദ മാംഗോസ്. മാംഗോയിലേക്ക് എറിയാൻ വേണ്ടി തുടങ്ങി. നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ED ചേർത്താൽ മതി. എ ബിഗ് റൈപ്പ് മാംഗോ ഫെൽ ഓൺ ദ ഗ്രൗണ്ട്. പിങ്കി ആൻഡ് ജിമ്മി റാൻ ഫാസ്റ്റ് ടു പിക്ക് ദ മാംഗോ. എന്താണ്, ഒരു നല്ല പഴുത്ത മാങ്ങ എന്ത് ചെയ്തു? താഴേക്ക് വീണു, ഗ്രൗണ്ടിലേക്ക് വീണു. പിങ്കി ആൻഡ് ജിമ്മി റാൻ ഫാസ്റ്റ് ടു പിക്ക് ദ മാംഗോ. ആ മാംഗോ എടുക്കാൻ വേണ്ടി അവർ രണ്ടാളും ഓടി, ഫാസ്റ്റായിട്ട് ഓടി. വൈൽ റണ്ണിങ് പിങ്കി ഡാഷ് ജിമ്മി ആൻഡ് സ്നാച്ച് ദ മാംഗോ. പിങ്കി എന്ത് ചെയ്തു? പുഷ് എന്നതാണ്, ജിമ്മിയെ പുഷ് ചെയ്തു, അതായത് തള്ളി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ പുഷിന് അവിടെ നമ്മൾ എന്തെന്നാക്കും? പുഷഡ്. എന്താണ്? പുഷഡ്. ജിമ്മി ആൻഡ് സ്നാച്ച്. എന്നിട്ട് എന്ത് ചെയ്തു? തട്ടിപ്പറിച്ചു അല്ലേ. പുഷ് ചെയ്തു, തള്ളിയിട്ട് എന്ത് ചെയ്തു? പിടിച്ച് വാങ്ങിച്ചു. അപ്പം അതിനെ സ്നാച്ച് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളവിടെ എന്ത് എഴുതണം? സ്നാച്ച്ഡ്. എന്താണ്? സ്നാച്ച്ഡ്. എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ എന്ത് ചേർത്താൽ മതി? ED ചേർത്താൽ മതി. ദ മാംഗോ. പൂർ ജിമ്മി ഹി ഡിഡിൻ ഗെറ്റ് ദ മാംഗോ. എന്താണ്? പാവം ജിമ്മിക്ക് എന്താണ്? മാംഗോ കിട്ടിയില്ല. ഓൺ സീയിങ് ജിമ്മി സാഡ് ഫേസ് പിങ്കി ഡാഷ് ദ മാംഗോ വിത്ത് ഹിം. ജിമ്മിയുടെ സാഡ് ഫേസ് കണ്ടപ്പോൾ, ദുഃഖിച്ചിട്ടുള്ള മുഖം കണ്ടപ്പോൾ പിങ്കി എന്ത് ചെയ്തു? ഷെയർ എന്തായിട്ട് മാറും? അപ്പോൾ ഷെയർഡ് അല്ലേ. എന്തായിട്ട് മാറും? ഷെയർഡ്. അവന് മാംഗോ ഷെയർ ചെയ്തു. അപ്പം ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നിങ്ങൾ എന്ത് ചേർത്താൽ മതി? ED ചേർത്താൽ മതി. ആക്ടിവിറ്റി 4 നോക്കൂ. വേൾഡ് ഫാർമേഴ്സ് ഡേ 14th May has arrived. Paru thought, I must surprise my grandma. A greeting card. Let's help Paru make the greeting card. പാറുവിന് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. എന്തിനെക്കുറിച്ച്? വേൾഡ് ഫാർമേഴ്സ് ഡേ െക്കുറിച്ച് അവളുടെ ഗ്രാൻഡ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട്സ് എന്തെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ മേലെ എഴുതാം. അതായത് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു മോഡൽ നോക്കൂ. വിഷിംഗ് യു എ ഹാർവസ്റ്റ് ആസ് ഗോൾഡൻ ആസ് യുവർ ഹെഡ്, ഹാപ്പി ഫാമേഴ്സ് ഡേ ഡിയർ ഗ്രാൻഡ്മ എന്നൊക്കെ എഴുതാം. പിന്നെ എന്തെങ്കിലും നല്ല പിക്ചറൊക്കെ വരച്ച് നിങ്ങൾക്ക് അത് കൂടുതൽ ഭംഗിയാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട്സ് വേണമെങ്കിൽ അതിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് തന്നെ എഴുതാം. പിന്നെ അടിയിൽ നല്ല പിക്ചറൊക്കെ വേണമെങ്കിൽ വരച്ച് സൈഡൊക്കെ നല്ല ഭംഗിയാക്കിയിട്ട് എന്ത് ചെയ്യാം, ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലെ നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ ഈ ചെറിയൊരു കോട്ട്സ് ഇതുപോലെ നിങ്ങൾ എഴുതിയാൽ മതി. ആക്ടിവിറ്റി 5 നോക്കൂ. പാറു ആൻഡ് ഹെർ ഗ്രാൻഡ് വെയർ ഇൻ ദെയർ പാഡി ഫീൽഡ്. യു ഹാവ് സീൻ സച്ച് പാഡി ഫീൽഡ്. ഹാവിൻ യു ഡ്രോ എ പിക്ചർ ഓഫ് പാഡി ഫീൽഡ് ഇൻ യുവർ നോട്ട്ബുക്ക്. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് ഇറ്റ്. നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു പാഡി ഫീൽഡിന്, അതായത് ഒരു നെൽപ്പാടത്തിൻ്റെ ഒരു പിക്ചർ വരയ്ക്കുക, എന്നിട്ട് അതിനെ പാഡി ഫീൽഡിനെ കുറിച്ച് കുറച്ച് സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് പാഡി ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാഡി ഫീൽഡ്സ് ക്യാൻ ബി സീൻ ഇൻ മെനി റൂറൽ ഏരിയാസ്. പാഡി ഫീൽഡ് കാണുന്നത് എവിടെയാണ്? റൂറൽ ഏരിയാസിലാണ്. ടൗണിലൊക്കെയാണോ കാണുന്നത്? അല്ല, റൂറൽ ഏരിയാസിലാണ്. ദീസ് ഫീൽഡ്സ് ആർ യൂഷ്വലി ഫ്ലഡഡ് വിത്ത് വാട്ടർ. അവിടെ എപ്പോഴും എന്തുണ്ടാവും? നിറയെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടാവും അല്ലേ. 3ാമത്തെ പോയിന്റ് എന്താണ്? പാഡി ഈസ് എ ടൈപ്പ് ഓഫ് ക്രോപ്പ് ഗ്രോൺ ഇൻ ഫീൽഡ്. പാഡി ഫീൽഡിൽ വളരുന്ന ക്രോപ്പ് ഏതാണ്? ധാന്യം ഏതാണ്? പാഡിയാണ്, നെല്ലാണ് അല്ലേ. അതുപോലെ ദ ലുക്ക് ബ്യൂട്ടിഫുൾ വിത്ത് ഗ്രീൻ. നല്ല പച്ച പിടിച്ച നല്ല പച്ച കളറിലാണ്, നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ദ റൈസ് പ്ലാന്റ് സ്വേയിങ് ഇൻ ദ വിൻഡ്. കാറ്റ് വരുമ്പോൾ അതിങ്ങനെ അടിക്കൊണ്ടും ഇരിക്കും അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ പാഡി ഫീൽഡിൽ കാണുന്നതെന്ന് ഒരു പിക്ചർ വരച്ച് കുറച്ച് സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 86 നോക്കൂ. ഇച്ചു അമ്മ എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദ ഗ്രീൻ പാഡി ഫീൽഡ്. ഷി ഹെൽഡ് ദ ഗ്രീൻ പാഡി പ്ലാന്റ്സ് ക്ലോസ് ടു ഹെർ ചെസ്റ്റ് ആൻഡ് സ്റ്റാർട്ടഡ് സിംഗിങ് എ ബ്യൂട്ടിഫുൾ ഫോക്ക് സോങ്. ഇച്ചുവമ്മ നല്ലൊരു ഫോക്ക് സോങ് പാടുകയാണ് അല്ലേ. നെല്ല് കൊയ്യുന്ന സമയത്ത്. നോക്കൂ എന്താണ്? റീഡ് ദ ഫോളോയിങ് സോങ് ആൻഡ് ആഡ് മോർ ലൈൻസ് ടു ഇറ്റ്. ലൈൻസ് വാങ്ങിച്ചിട്ട് കൂടുതൽ ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. വി ആർ ഫാർമേഴ്സ് ഓൺ ദിസ് ലാൻഡ്. വി പ്ലഗ് ദ സോയിൽ. വി ടിൽ ദ സോയിൽ. വി സോ ദ സീഡ്സ്. വി സീ ദം ഗ്രോ. വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. വി ആർ ഫാർമേഴ്സ് ഓൺ ദിസ് ലാൻഡ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 ലൈൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. വി വാച്ച് ദ റെയിൻ. വി ഫീൽ ദ ബ്രീസ്. വി കെയർ ദ ക്രോപ്സ് വിത്ത് അവർ ഹാൻഡ്സ്. വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. വി ആർ ഫാർമേഴ്സ് ഓൺ ദിസ് ലാൻഡ്. വി ഹാർവസ്റ്റ് ദ ഫ്രൂട്ട്സ് ഓഫ് അവർ ഹാർഡ് വർക്ക്. വി ഷെയർ അവർ പ്രോഡക്ട്സ് വിത്ത് അതേഴ്സ്. വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലൈൻസ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 7 നോക്കൂ. ഒരു പ്രോഗ്രാം നോട്ടീസാണ് കൊടുത്തിരിക്കുന്നത്. ഫാർമേഴ്സ് ക്ലബ് ഓഫ് കണിക്കത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാസ് ഡിസൈഡ് ടു സെലിബ്രേറ്റ് ഫാർമേഴ്സ് ഡേ ഓൺ ചിങ്ങം 1. അതായത് ചിങ്ങം 1 ഫാർമേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അവരൊരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് അല്ലേ. ഇതുപോലെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ സ്കൂളിലും ദ ഫാർമേഴ്സ് ക്ലബ് ഇൻ യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു സെലിബ്രേറ്റ് ദ ഹാർവസ്റ്റ് ഓഫ് വെജിറ്റബിൾ ഗ്രോൺ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ ഓഫ് ദി സോയിൽ. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്തിനെ ബേസ് ചെയ്ത്? ടു സെലിബ്രേറ്റ് ദ ഹാർവസ്റ്റ് ഓഫ് വെജിറ്റബിൾ ഗ്രോൺ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ. നിങ്ങളുടെ സ്കൂളിലെ വെജിറ്റബിൾ ഗാർഡനിൽ ഉണ്ടായിട്ടുള്ള വെജിറ്റബിൾസ് ഹാർവസ്റ്റ് ചെയ്യുന്നതിന്, അതൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലായിട്ട് നിങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫാർമേഴ്സ് ക്ലബ്ബ് നടത്തുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നോട്ടീസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുകളിലത്തെ നോട്ടീസ് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതിനകത്ത് ഇതുപോലെ ഹെഡിങ് കൊടുക്കുക, എവിടെ വച്ചാണ് നടക്കുന്നത്, നോട്ടീസ്, ഫാർമേഴ്സ് എന്താണ് നമ്മളുടെ ഫെസ്റ്റിവൽ, എന്താ പറയുക, ഹാർവസ്റ്റിംഗ് ആണ്. അപ്പം അത് കൊടുക്കുക. പിന്നെ നമ്മൾ ഡിയർ ഫ്രണ്ട്സ്, ഇതേ സെൻറ്റൻസുകൾ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലേ. വി ഹാവ് ഡിസൈഡ് ടു സെലിബ്രേറ്റ് ഫാർമേഴ്സ് ഡേ. അല്ല, ഫാർമേഴ്സ് ഡേ അല്ല, നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? ഹാർവസ്റ്റിംഗ് ആണല്ലേ. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ ഇത് കാണുന്ന പോലെ തന്നെ നോട്ടീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണമെന്ന് നോക്കാം. ദ ഫാർമേഴ്സ് ക്ലബ് ABC സ്കൂൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതാട്ടോ. ഇവിടെ വെജിറ്റബിൾ ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് നോട്ടീസ്. നമുക്ക് മുകളിൽ കൊടുത്താൽ അതേ മോഡലിൽ തന്നെയാണ് എഴുതിയത്. ദ ഫാർമേഴ്സ് ക്ലബ്ബ് ABC സ്കൂൾ വെജിറ്റബിൾ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നോട്ടീസ്. ഇത്രയും കൊടുക്കുക. Dear friends, the Farmers Club of our school has decided to celebrate the
ഹാർവസ്റ്റ് ഓഫ് ദ വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ ഓഫ് ദി സ്കൂൾ. എന്താണ്? ദ ഫാർമേഴ്സ് ക്ലബ് ഓഫ് അവർ സ്കൂൾ, നമ്മുടെ സ്കൂളിലെ ഫാർമേഴ്സ് ക്ലബ്ബ് തീരുമാനിച്ചിരിക്കുന്നു. ഹാസ് ഡിസൈഡ് ടു സെലിബ്രേറ്റ് ദ ഹാർവസ്റ്റ് ഓഫ് ദി വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ. നമ്മുടെ സ്കൂളിലെ വെജിറ്റബിൾ ഗാർഡനിൽ ഉണ്ടായിരിക്കുന്ന വെജിറ്റബിൾസ് ഹാർവസ്റ്റ് ചെയ്യുന്നത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. We wholeheartedly invite all of the students, teachers and parents to this beautiful event. ഈ ഇവൻറ്റിലേക്ക് ടീച്ചേഴ്സിനെയും പേരൻസിനെയും സ്റ്റുഡൻസിനെയും എല്ലാം ക്ഷണിക്കുന്നു. പിന്നെ ഡേറ്റ്, നമ്മുടെ നോട്ടീസ് തന്നിരിക്കുന്ന പോലെ ഡേറ്റ്, ഏത് ദിവസമാണ് നടത്താൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് എഴുതുക, ടൈം ഏത് ടൈമാണെന്ന് എഴുതുക, വെന്യൂ എന്തായിരിക്കും? സ്കൂളിലെ വെജിറ്റബിൾ ഗാർഡൻ ആയിരിക്കും അല്ലേ, അവിടെയല്ലേ ഹാർവസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പ്ലേസ്, ഡേറ്റ് കൊടുക്കുക, സെക്രട്ടറി, ദ ഫാർമേഴ്സ് ക്ലബ്ബ്. ഇത്ര എഴുതിയാൽ നോട്ടീസായി. ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഉള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.